കുട്ടി പട്ടുമാല ഇത് തീരെ പ്രായം കുറഞ്ഞ് ഇപ്പോൾ കുട്ടി 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 പട്ടുമാലായി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള എത്രമാത്രം നമ്മുടെ കുട്ടി പട്ടുമാൽ സീസൺ 2 വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. ആൻഡ് ഈ സമ്മാനം കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളാണ് നമ്മുടെ വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിനായി കാത്തിരിക്കാം. ഏതായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യമായി നമ്മുടെ പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ഷബ്നം, റിയാസ്, ഫിറോസിക്ക, സജ്ല. അങ്ങനെ നമ്മുടെ കുട്ടി പട്ടുമാലിലെ ജഡ്ജസ് വളരെ ആൻസൈറ്റിയോടുകൂടി ഇന്ന് ആരൊക്കെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ പാട്ടുകളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഓർക്കസ്ട്ര നമ്മളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ദി എൻറ്റയർ ഓർക്കസ്ട്ര മെമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ കുട്ടി പട്ടുമാൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത് മണിമാരനും മൊഞ്ചത്തിയും എന്ന റൗണ്ടിൽ ഒരു മൊഞ്ചത്തി കുട്ടിയാണ്. സ്വാഗതം ചെയ്യാം ജോത്സ്ന. ഹായ്, എൻ്റെ പേര് ജ്യോത്സ്ന ജയമോൻ. ഞാൻ BGS നാഷണൽ പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 4 വർഷമായിട്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. എനിക്ക് മാപ്പിള പാട്ട് വളരെ ഇഷ്ടമാണ്. ഇനി മുതൽ കുട്ടി പട്ടുമാലിൽ നല്ല നല്ല മാപ്പിള പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ജോത്സ്ന, ഹായ്. ഹായ്, വെൽക്കം ടു കുട്ടി പട്ടുമാൽ സീസൺ 2. താങ്ക് യു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. നല്ല കോസ്റ്റ്യൂം, നല്ലൊരു മൊഞ്ചത്തി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. ഇത് ഡിസൈൻ ചെയ്തതാണോ വാങ്ങിയതാണോ? വാങ്ങിയത്. ആര് വാങ്ങി തന്നതാ? മമ്മി. ആൻഡ് യു ആർ കമ്മിങ് ഫ്രം ബാംഗ്ലൂർ നിന്നാണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മുടെ കുട്ടി പട്ടുമാലിൽ വന്നു. യെസ്. അപ്പോൾ എന്തായിരുന്നു ആദ്യം നമ്മുടെ കുട്ടി പട്ടുമാലിൽ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ തോന്നിയപ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ്? ഇവിടുന്ന് കോൾ വന്നപ്പോൾ എന്തായിരുന്നു? ഒത്തിരി സന്തോഷമായിരുന്നു. ഒത്തിരി സന്തോഷം. മലയാളം കേൾക്കട്ടെ, നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. ബോൺ ആൻഡ് ബോട്ടപ്പ് അവിടെ തന്നെയാണോ? ബാംഗ്ലൂർ തന്നെയാണോ? അതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്ന് പറയൂ, കേൾക്കട്ടെ. നമ്മുടെ കുട്ടി പട്ടുമാലിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കിട്ടിയതൊന്ന് മലയാളത്തിൽ പറഞ്ഞ കേൾക്കട്ടെ. ഒത്തിരി സന്തോഷമായിരുന്നു. ബാക്കി ആയിരുന്നു. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് കിട്ടി. ഫ്രണ്ട്സ് കിട്ടി. പിന്നെ പിന്നെ സ്വന്തമായിട്ട് 2 സെന്റൻസ് കൂടെ പറയൂ കേൾക്കട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമായി ഇങ്ങനത്തെ മലയാളം കേൾക്കാൻ. ഇത്രയും മലയാളം പറയണില്ലേ? എല്ലാരും സപ്പോർട്ട് ചെയ്തു. ശരി, ഓക്കെ. അപ്പോൾ മോളു ഇന്ന് നമ്മുടെ കുട്ടി പട്ടുമാലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സന്തോഷമായിട്ട് ഇന്നൊരു പാട്ട് പാടാൻ പോവാണ്. ഏത് പാട്ടാ? ചേലത്തെളിവൊളി. ഓക്കെ മോളു, അപ്പോൾ ഇതിൽ നല്ലപോലെ പാടും കേട്ടോ. ആൻഡ് വി ആർ വെരി പ്രൗഡ് മോള് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതിലും നല്ലപോലെ പാടാൻ പറ്റട്ടെ. ബൈ ദ ടൈം ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6ലേക്ക് പോവാ. 6ലേക്ക് പോവാ. 6ലേക്ക് 6th പോവാണ്. ഫിറോസ്ക്കൊക്കെ എന്തോ പറയാനുണ്ട്. അല്ല, എത്രയിലേക്കാ പോകുന്നത്? 4ലേക്കോ? 6ലേക്ക്. 6 AARILEKKU. 6ലേക്കു ആയി. കറക്റ്റ്. 6ലേക്കായി. അപ്പോൾ 6th സ്റ്റാൻഡേർഡ് വലിയ ഗേളാണ്. അപ്പോൾ മോളു അറിയാലോ നമ്മൾ സ്റ്റാർ ഓഫ് ദി ഡേ നോക്കുന്നുണ്ട്, സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്. അപ്പോൾ മോളാവട്ടെ സ്റ്റാർ ഓഫ് ദി ഡേ ആൻഡ് എപ്പിസോഡ്. ഓക്കെ, നല്ലപോലെ പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചില തെളിവോളി
ജോത്സ്ന. ചേച്ചി. അങ്ങനെ കുട്ടിപ്പട്ടർമാൽ സീസൺ 2 മോളുടെ പെർഫോമൻസ് കഴിഞ്ഞല്ലേ? നല്ല മുഞ്ചത്തിയായിട്ട് വന്നു. മുഞ്ചത്തി റൗണ്ടിൽ നല്ലൊരു പാട്ടും പാടിയല്ലേ? ആൻഡ് കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും അതിൽ എൻജോയ് ചെയ്ത് ഇവിടെ വന്ന് ഡാൻസ് കളിച്ചു. അത്രയും സപ്പോർട്ടും കിട്ടിയല്ലേ? അപ്പൊ മോൾക്ക് എന്ത് തോന്നി പാടി കഴിഞ്ഞപ്പോ? നല്ലതാണെന്ന് തോന്നി. പിന്നെ ഇതാരാ പഠിപ്പിച്ചേ? എൻ്റെ കർണാട്ടിക് മാഷ് പഠിപ്പിച്ചു. അതെ അല്ലേ? ഓക്കെ. ഏകദേശം എത്ര ഡേ എടുത്തു മോള് പഠിച്ചു തീരാനായിട്ട്? 2 വീക്ക്. ഓക്കെ. എന്തായാലും സംസാരിക്കുന്നതിനേക്കാൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പാടാനായിട്ട്, മീൻസ് ഡിക്ഷനൊക്കെ പഠിക്കാനായിട്ട്. എന്തായാലും കൂടുതൽ നമുക്ക് നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം അവർക്ക് ഇഷ്ടമായോ എന്നുള്ളത്. ആദ്യം ഫിറോസ്ക്കിൻ്റെ അടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, നമ്മുടെ ജോത്സ്ന കുട്ടിയുടെ ഈ ഒരു പെർഫോമൻസിനെ പറ്റി. ജോത്സ്ന കുട്ടി 2 വീക്ക് എന്ന് പറയാൻ 2 ആഴ്ച ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ വേഗം സഹായിച്ചു ലക്ഷ്മി. 2 വീക്ക്. നന്നായി പാടി കേട്ടോ മോളെ. നന്നായി പാടി. മോൾ എങ്ങനെയാ ബാംഗ്ലൂർ സെറ്റിൽഡ് ആവുന്നത്? അതെങ്ങനെയാ? എന്താ അതിൻ്റെ ഒരു റീസൺ? ശരിക്കും ഇവിടെയല്ലേ, കേരളത്തിലല്ലേ? ഞാൻ ജനിക്കുന്നത് മുമ്പിൽ ഡാഡിയും മമ്മിയും അങ്ങോട്ട് പോയി. ജോലി, അച്ഛന് ജോലി അവിടെ. അപ്പോൾ അവിടെ സെറ്റിൽഡ് ആയി അല്ലേ? പിന്നെ മോള് അവിടെ തന്നെ ഇപ്പോൾ പഠിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്ലാസ്സിലേക്കായി അല്ലേ? ഞാൻ പറഞ്ഞ ക്ലാസ്. മോള് മലയാളമാണ് പാടാൻ ഏറ്റവും പ്രയാസമുള്ളൊരു ഭാഷ എന്ന് മനസ്സിലായോ ഇത് പാടിയപ്പോൾ അല്ലേ? മലയാളികളെല്ലാം പാടും, മലയാളികൾ എല്ലാ ഭാഷയും പാടും. പാട്ടിൽ പ്രത്യേകിച്ച് മറ്റു ഭാഷക്കാർക്ക് മലയാളം പാടാൻ പ്രയാസം അല്ലേ? അത് ഞാനൊക്കെ പലപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു മോളത് പാടിയെടുത്തു. പക്ഷേ നന്നായി പാടി. ഞാനത് ആ ഭാഷയുടെ പ്രത്യേകത പറഞ്ഞതാണ്. മോള് മനോഹരമായിട്ട് പാടി കേട്ടോ. ആർക്കും ഇവളുടെ മനസ്സിരിപ്പറിയില്ല, അവിടെ ഒരു എക്സ്പ്രഷൻ പാടിയില്ലേ? അത് പലർക്കും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു വല്ലാത്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. വല്ലാത്തൊരു എക്സ്പ്രഷൻ. എന്ത് രസമായിരുന്നു അത് കേൾക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മോൾക്കൊരു പ്രയാസവുമില്ല ഈ ഭാഷ പഠിച്ചെടുക്കാനും സംസാരിക്കാനും. ഇതിലുള്ള ഒരുപാട് മാപ്പിളപ്പാട്ട്. മോള് വേറൊരു മേഖലയിലേക്കാണ് ഇപ്പോൾ കടന്ന് വന്നിരിക്കുന്നത്. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന പണ്ട് ഒരു മലബാറിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ചെറിയ ശാഖ, പിന്നെ അതങ്ങനെ വ്യാപിച്ച് ഇന്ന് നോൺ മുസ്ലിമായ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടിനെ നെഞ്ചേറ്റിയതും. അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അവരാണ് മാപ്പിളപ്പാട്ടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കാരണം സാഹിത്യത്തെ പോലെ മാപ്പിളപ്പാട്ടിൽ സംഗീതം ഉണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ്. അപ്പോൾ മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇവിടെ ഇത് പാടുക എന്ന് പറയുമ്പോൾ കുട്ടിപ്പട്ടർമാൽ സീസൺ 2 തീർച്ചയായിട്ടും ഇതൊരു അഭിമാനമാണ്. ഇനി പാട്ട് മനോഹരമായിട്ട് പാടി കേട്ടോ. ഗംഭീരമായി. എന്താ വിളിക്കുക ക്ലാസ്സിലൊക്കെ? പേര് എന്താ വിളിക്കൽ? ജോത്സ്നാന്ന് തന്നെയാണോ? വേറെ വല്ല വിളിപ്പേരുണ്ടോ? വീട്ടില് ക്യൂനാണ് വിളിക്കുന്നത്. എന്താണ് ക്യൂന? സ്പെൽ ദ നെയിം. QUEENA. പടച്ചോനെ, ഞാൻ വിളിക്കില്ല. ക്വീന ഇട്ടിട്ട് ഒരു എ. അപ്പൊ ക്വീനാന്ന് പറയുന്നേ അല്ലേ? മനോഹരമായിട്ട് പാടി കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് പാട്ടുകൾ പഠിച്ചെടുക്കാം കേട്ടോ. മാപ്പിളപ്പാട്ടിലെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കേൾക്കും, പഠിച്ചെടുക്കും. മോൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി തുടരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. Thank you so much ഫിറോസിക്ക. Over to you ഷബ്ന. ഫുൾ ഓഫ് എനർജി. ഭയങ്കര എനർജി ആയിരുന്നു മോളെ. മോള് ഡാൻസ്, ഏതെങ്കിലും ഡാൻസ് ഫോംസ് പഠിക്കുന്നുണ്ടോ? ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസ് അറിയാം. അതാണ് മോള് സംഗതി പാടുമ്പോൾ ഈ മുദ്ര കാണിക്കുന്നുണ്ട്. സംഗതിക്ക് ഇങ്ങനെ ഇന്ന് കാണിച്ചത് ഇങ്ങനെ ഈ മുദ്ര. അതെ. അപ്പോൾ ഓരോ സംഗതിക്കും ഇങ്ങനെ കൊള്ളാത്. രസമുണ്ട്. മോളുടെ ഒരു എന്താണ്, ഒരു എന്താ പറയുന്നതിന്, ഒരു സിഗ്നേച്ചറായിട്ട് അതിരിക്കട്ടെ ഈ മുദ്ര. പിന്നെ മോള് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പാടിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതുപോലെ അത് മോളെ കാണുമ്പോൾ തന്നെ അറിയാം, ടെൻഷനൊന്നുമില്ല, കൂളായിട്ടാണ് പാടുന്നത്. ഇനി ഇതേപോലെ തന്നെ പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Thank you so much ഷബ്നം. സച്ചില. ഹായ് ജോത്സ്ന. ഹായ്. ജോത്സ്നെ ലക്ഷ്മി ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ജോത്സ്ന ഭയങ്കര ഉത്സാഹത്തോടെയാണ് സ്റ്റേജിൽ വന്നത്. ആ ഒരു ഉത്സാഹം പാട്ടിലും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പെർഫോമൻസ് വൈസ് നന്നായി ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് പാട്ടും മോള് നന്നായി തന്നെ പാടി. ഈ പാട്ട് എങ്ങനെയാണോ പാടാൻ പറ്റുക ആ ഒരു എനർജി മൊത്തം കൊടുത്തിട്ട് മോള് പാടിയിട്ടുണ്ട്. ഇത് സലാം പുഷ്പഗിരിയാണ് പാടിയിരിക്കുന്ന ഒറിജിനൽ. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റേജസിൽ പാടുന്നത് ഫീമെയിൽസാണ് കേട്ടോ. ഞാനും പാടാറുണ്ട് ഈ പാട്ട്. അപ്പോൾ മോള് പാടുന്ന കേട്ടപ്പോൾ എനിക്ക് നന്നായി തന്നെ മോള് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക്
കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് മോള് സ്റ്റാർട്ട് ചെയ്തില്ലേ ചില തെളിവൊളി. ആ മോള് പാടുന്നത് ചില അവിടെ കുറച്ചൊരു നീട്ടുന്നുണ്ട്. അതപ്പോൾ അത് ചില തെളിവൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുഹറാവി. ആ ചില എന്നുള്ള അവിടെ എന്തോ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അതൊന്ന് മോൾ അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് മോളുടെ ആ ഒരു ഉത്സാഹം ഉണ്ടല്ലോ, മോളുടെ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഫ്രണ്ട്സൊക്കെ സ്റ്റേജിൽ വന്ന് തുള്ളി, കണ്ടില്ലേ? മോളുടെ ആ ഒരു എനർജി ലെവൽ അവർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവർ സ്റ്റേജിൽ വന്ന് ഡാൻസൊക്കെ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മോളെ. ത്രൂ ഔട്ട് നല്ല ഭംഗിയുണ്ട്. കാണാനും ക്വീന തന്നെയാണ് കേട്ടോ. താങ്ക് യു സജില, താങ്ക് യു ഓൾ ജഡ്ജസ്. അപ്പോൾ ജോൽസിന് എന്ന ഈ ക്വീനക്കുട്ടിയുടെ മാർക്സ് നമുക്ക് ചോദിക്കാം. ആദ്യം ഔട്ട് ഓഫ് 40 ഫിറോസിക്ക 38.5. 38.5 out of 40. Then out of 30 Sajla 28.5. 28.5 out of 30. Then Shabnam out of 30. Repeat. 28.5. Again 28.5 out of 30. അങ്ങനെ മോളുടെ ടോട്ടൽ സ്കോർ 95.5 out of 100. Thank you. Happy? Yes. ഓക്കെ മോള്. അപ്പോൾ ഇതെല്ലാം അടുത്ത തവണ വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നല്ല മിടുക്കി കുട്ടിയായിട്ട് വരിക കേട്ടോ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത്ര എഫേർട്ട് എടുക്കണ്ടല്ലോ നമ്മുടെ മലയാളം ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ. ഇനിയും കീപ്പ് ഓൺ ട്രൈങ്. ഓക്കെ, ദെൻ ഹാറ്റ്സ് ഓഫ് ടു ബോത്ത് ഓഫ് യു പാരൻസ്. അപ്പോൾ ഇതെല്ലാം മോളും വീണ്ടും കാണാം. അപ്പോൾ ബൈ. ഏതായാലും അടുത്തത് നമ്മുടെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെ ആയിരിക്കും, കാരണം പുള്ളിക്കാരൻ അങ്ങനെയാണ് ഒരു ആംബിയൻസ് ഇനി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അർഷിത് കമാൽ. ഹായ്, ഞാൻ അർഷിത് കമാൽ. ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സംഗീതം 4.5 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മാപ്പിളപ്പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണ്. ഇനി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും കുട്ടിപ്പട്ടുമാലിൽ. അർഷിത്, എന്തോ ആദ്യം വെൽക്കം ബാക്ക് ടു കുട്ടിപ്പട്ടുമാൽ സീസൺ 2. താങ്ക് യു. ആദ്യം തന്നെ ഒരു 1 arm ഡിസ്റ്റൻസ് ഇടണം നല്ലതാ. എന്തിനാന്ന് എനിക്ക് എത്ര സ്നേഹവും പേടിയും ബഹുമാനവും ഒക്കെയാണ്. കാരണം ഒരൊറ്റ ഇടി കിട്ടിയാൽ ഞാൻ ഇവിടെ കിടക്കും. എങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ കരാട്ടയിലൊക്കെ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തുക? കരാട്ടെ പറഞ്ഞ എംപ്റ്റി ഹാൻഡ് വെറുതെ പഠിക്കുന്ന ആൾക്കാരെ ഒന്ന് ഇടിക്കാൻ വേണ്ടിട്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ശരി, ഞാൻ മോന്റെ നാട് എവിടെയാ? പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി. ആ, ഓക്കെ. ആൻഡ് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6th 7th എന്തോ ഒരു സംശയമായിരുന്നേ, സത്യം പറയണം. 6th ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് 7th എന്തോ ഒരു സംശയം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല അല്ലേ? ആൻഡ് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തൊക്കെയാ? അങ്ങനെയൊന്നുമില്ല, എന്തും കഴിക്കൂല്ലേ? നന്നായിട്ട് കുക്ക് ചെയ്യും. മമ്മയുടെ ഫേവറേറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഡിഷ് എന്തൊക്കെയാ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന എന്തൊക്കെയാ? തലശ്ശേരിയിലാണ്, തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കും. ശരി, കുഴപ്പമില്ല. അടുത്ത റൗണ്ട് ഉണ്ടല്ലോ അല്ലേ ഫിറോസ്ക? അപ്പൊ നമുക്ക് ബിരിയാണി ഒക്കെ ശരിയാക്കി കൊടുക്കാം. അപ്പൊ മോനു, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോണേ? അസറുമുല്ല മണം വീശും കാറ്റ്. ഓക്കെ, അടിപൊളി പാട്ടാണ്. അപ്പൊ ഇതെല്ലാം എല്ലാരും കയ്യിലെടുക്കാൻ റെഡിയല്ലേ? അതെ. ഓക്കെ, അസറുമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്രിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലൈഖപ്പൂവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി അസറുമുല്ല മണം വീശും കാറ്റേ
അർഷിത്. എന്തോ ചേച്ചി? യെസ്. അപ്പൊ എങ്ങനെ തോന്നി പാടിക്കഴിഞ്ഞപ്പോ? നന്നായി പാടിയെന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? ജഡ്ജസിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും. മാർക്കും അവരുടെ കയ്യിലാണല്ലോ. അങ്ങനെയാണല്ലോ. ശരി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴേ, ഇങ്ങനെ നമ്മൾ ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്താ പറയുക, ഒരാളിങ്ങനെ കൂടെ തന്നെ പാടിക്കൊണ്ടിരിക്കുക. ആളുടെ നെറ്റിയിലും അങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാനും ഒരു കരാട്ടക്കാരനാണെന്ന്. അതാരാ? എൻ്റെ പപ്പ. ഞാനിവിടെ പേര് വന്നിട്ട് ഒന്നും കൂടെ ചോദിച്ചു, അർഷിത്താണോ ഹർഷിത്താണോ? ഹർഷിത് കമാൽ. അത് എടുത്ത് പറയണം എന്ന് പറഞ്ഞു. ആ കമാലിക്കാണോ ആയിരിക്കുന്ന കമാലിക്ക? അതെല്ലേ. അപ്പൊ എങ്ങനെ വീട്ടിൽ ഫുള്ള് കരാട്ടെ കുടുംബാണോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? നിങ്ങൾ തമ്മിൽ ഇടികൂടാറുണ്ടോ? ഉമ്മയായിട്ട് ഇടികൂടാറുണ്ടോ? ഇല്ല, ഭയങ്കര സ്നേഹമാണല്ലേ? പിന്നെ അപ്പൊ ശരി. അപ്പൊ ഇതിൽ ഈ പാട്ടിനുള്ള കാര്യങ്ങൾ, ഈ പാട്ടിനുള്ള കമന്റ്സ്, അതുപോലെ തന്നെ മാർക്സ് ഒക്കെ നമുക്ക് ചോദിക്കണം. ആദ്യം നമുക്ക് സജിലയിൽ നിന്ന് തുടങ്ങാം. സജില, നല്ല ലുക്കായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. താങ്ക് യു. ഓ, ഭയങ്കര സംസാരമൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആണല്ലോ. ഇങ്ങനെ സ്മാർട്ടാണോ എല്ലായിടത്തും എപ്പോഴും? ഓ, ആരാണ് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തത്? മൂത്താപ്പയാണോ? മൂത്താപ്പനോട് പറയണം കേട്ടോ, നല്ല അടിപൊളി സെലക്ഷൻ ആണെന്നല്ലേ. മോനെ നല്ല ഭംഗിയുണ്ട് ഇതിട്ടിട്ട് കാണാൻ. പിന്നെ ചോദിക്കട്ടെ, പപ്പയാണല്ലേ കരാട്ടെ പഠിപ്പിച്ചിരുന്നേ? കുറേ വർഷമായോ പഠിക്കാൻ തുടങ്ങിയിട്ട്? കുറേ വർഷമായി. എനിക്ക് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു തരാം പോകുന്നതിന് മുന്നേ. എന്തൊക്കെ സ്റ്റെപ്സാ പഠിപ്പിച്ചു തരാം? കുറേ സ്റ്റെപ്സ് പഠിപ്പിച്ചു തരാം. നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ ഉള്ളത് മതി. അതെ, അത് മതി. എന്നിട്ട് വേണം ആ സാധുവിനിട്ട് താങ്കാനല്ലേ. അങ്ങനെയല്ല, നമുക്കിപ്പോ പുറത്തൊക്കെ പോകുമ്പോ അല്ലേ? ഭർത്താവിനാണ് ഉദ്ദേശിച്ചത്? ഭർത്താവിനല്ല, ഫിറോസ്കാ പണി പിന്നെ തരാം അല്ലേ? അതെ, അതല്ല, ഇതുപോലത്തെ ആൾക്കാരുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കരുതി വെക്കാമെന്ന ഒരു ഉണ്ടാവല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണ് മോൻ സെലക്ട് ചെയ്തത്. ഡുവറ്റ് സോങ് ആണ് അല്ലേ ഇത്? ഇപ്പോൾ മോൻ ഒറ്റയ്ക്ക് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ മോൻ പാടിയത് അസർമുല്ല മണം വീശും കാറ്റേ നല്ല, അങ്ങനെയാണ് ഒറിജിനൽ അല്ലേ? മോൻ പാടിയത് അസർമുല്ല മണം വീശും കാറ്റേ. പക്ഷെ അത് പാടിയതിലും ഒരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. നമ്മൾ ഒറിജിനൽ അല്ല പാടിയതെങ്കിലും ആ പാടിയതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. അത് മോൻ ഫുള്ളായിട്ട് പാടിയപ്പോൾ പിന്നെ അതന്നെയായി ഞങ്ങളുടെ മനസ്സിലായി. ഒരു വ്യത്യസ്തത തോന്നിയില്ല പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ. നന്നായി പാടി. മോന് പറ്റുന്ന രീതിയിലാക്കി പാടിയതാണ് അല്ലേ? ആണ്. പിന്നെ ഉമ്മ തലശ്ശേരിക്കാരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എവിടെയാ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്? പട്ടാമ്പിയില് പപ്പയുടെ വീടാണോ? അതെ. ആണ്. അപ്പൊ തലശ്ശേരിയിൽ വരാറുണ്ടോ? കുറവാണോ? ഉമ്മ നന്നായിട്ട് ബിരിയാണി വെക്കും അല്ലേ? പിന്നെ അപ്പം നമുക്ക് കുറേ റൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി പ്രതീക്ഷിക്കും കേട്ടോ ഉമ്മ. നമുക്ക് ബിരിയാണി കൊണ്ടുതരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ പറയുക, ടോട്ടലി നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പാടി. ചെറിയ ചെറിയ സ്ലിപ്സ് ഒക്കെ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു സജില. അപ്പോൾ ഇതിൽ അർഷിത്തിന്റെ ഈ ഒരു പാട്ടിനെ പറ്റിയും ഈ ഒരു പെർഫോമൻസിനെ പറ്റിയും ഒക്കെ ചോദിക്കാം. ഫിറോസ്കയുടെ അടുത്ത്. ഫിറോസിക്ക. അർഷിത്, തലശ്ശേരി ബിരിയാണി തിന്നാൻ പട്ടാമ്പിയിൽ ഞങ്ങൾ വരും. നന്നായില്ലെങ്കിലും ബിരിയാണി നന്നായി എന്ന് പറയും. കാരണം നന്നായില്ല എന്നെങ്ങാനും പറഞ്ഞാൽ കരാട്ടെ ഉപ്പയുണ്ട് അപ്പുറത്ത് കിട്ടും എനിക്ക് മൂക്കിന്. അപ്പം അതിൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ. പിന്നെ നീയും കരാട്ടയാണല്ലോ, കാണിച്ചില്ല ഇവിടെ പ്രകടനം. അപ്പോൾ വെറുതെ മാർക്ക് തന്നോളാം. വേണോ? അങ്ങനെ വേണോ മാർക്ക്? അതോ പാട്ടിന് മതിയോ? പാട്ടിന് മതി. മോന് ഈ പാട്ട് മോശമില്ലാതെ തന്നെ പാടി, നന്നായി പാടി. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി എന്ന് ഞാൻ പറയുന്നില്ല. അനുപല്ലവിയാണ് കുറച്ച് സ്റ്റഡിനെസ് കുറഞ്ഞത്. പല്ലവി സജില പാടിച്ചത്. ആ പ്ലാൻ മോൻ മാറിയാണ് പാടിയതെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പ്ലാൻ വേറൊരു പ്ലാനാണ് ശരിക്കും പാടേണ്ടത്. ഒന്നുകൂടി കനപ്പിച്ചാണ് പാടേണ്ടത്. എന്നാലും മോനെ ലൈറ്റാക്കി പാടിയത് ആ പാട്ടിൻ്റെ ഭംഗി ഒട്ടും ചോർന്നു പോയില്ല. അനുപല്ലവി ഒന്നുകൂടി സ്റ്റഡിയാക്കാനുണ്ട്, 2 അനുപല്ലവിയും. അത് മോനെ തോന്നിയോ? കുറച്ചുകൂടി അനുപല്ലവി ഒന്നുകൂടി ഭംഗിയാവാനുണ്ട് കേട്ടോ. ട്യൂണൊക്കെ കറക്റ്റാണ്, മൂസക്ക പാടിയ പാട്ടിൻ്റെ ട്യൂണൊക്കെ കറക്റ്റാണ്. ഒന്ന് ഭംഗിയാക്കാനുണ്ട്. അത് ഇനി പാട്ടിലേക്ക് ഇറങ്ങി വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ. അപ്പോൾ അത് ഒരു വലിയൊരു അനുഭവമാണ് ഇനി കിട്ടാൻ പോകുന്നത് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നന്നായി പാടി. ഈ പാട്ടിന് വേറെ കീറി മുറിക്കുന്നൊന്നുമില്ല. എത്രാം ക്ലാസ്സിലാ? 7 പട്ടാമ്പിയിൽ 7 എന്ന് പറയോ? 7 എന്ന് പറയാം. പട്ടാമ്പി പറയുമെന്നാണ് ചോദിച്ചത് കേട്ടോ. ഞാൻ 7 അങ്ങനെയല്ലേ പറയാം അവിടെ? നമ്മൾ പറയില്ല അല്ലേ? നമ്മൾ നല്ല ഭാഷ തന്നെ പറയണം കേട്ടോ. എവിടെയാണെങ്കിലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണെങ്കിലും നല്ല ഭാഷ ഒന്നാണ്. അത് നമുക്ക് എപ്പോഴും പറയാം കേട്ടോ. അത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ.
പിന്നെ ബാക്കിയൊക്കെ നന്നായി പാടി. ഇനി നല്ല നല്ല പാട്ടുകളെടുത്ത് ഇതുപോലെ സുന്ദര കുട്ടപ്പനായി മൂത്താപ്പയോട് ഇനിയും ഡ്രസ്സുകൾ ഇങ്ങനെ വാങ്ങിത്തരല്ല. അത് നിർത്തണ്ടെന്ന് പറയാം മൂത്താപ്പയോട് കേട്ടോ. ഡ്രസ്സ് ഇങ്ങനെ വാങ്ങി തന്നോട്ടെ മൂത്താപ്പ. ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you, Firozika. Now moving on to Shabnam. അർഷിത്, പാട്ടിനെക്കാട്ടി മുന്നേ ഞാൻ പറയാം, മോൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒരു ഗ്രേസ് ഉണ്ട്. താങ്ക് യു. കാര്യം അതുകൊണ്ട് തന്നെ അർഷിതിന് കുറേ ഗേൾ ഫ്രണ്ട്സ് കാണും. ഉണ്ട്. ഇല്ല. ഉണ്ടെന്നേ. ഇല്ല. ഇത്ര കോൺഫിഡൻ്റ് ആണോ? പിന്നെ ശരി, ഞാൻ പതുക്കെ ഇനി റൗണ്ട്സ് ഉണ്ടല്ലോ, ഞാനത് അറിഞ്ഞോളാം. എന്തായാലും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇപ്പം സംസാരിച്ചില്ല അതുപോലെ തന്നെ ആയിരുന്നു മോൻ്റെ സിംഗിങ്. വെരി കോൺഫിഡൻറ്റ് സിംഗിങ് ആയിരുന്നു. താങ്ക് യു. പിന്നെ മോൻ ഇടയ്ക്ക് BGM ടൈമിൽ മോൻ എന്തോ ശ്രദ്ധിച്ച് നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നി. എന്തോ ശ്രദ്ധിക്കുന്നത്, എന്തോ ശ്രദ്ധിച്ചല്ല ചിന്തിച്ച് നിൽക്കുന്ന മാതിരി. ഇടയ്ക്ക് കരാട്ടെ സ്റ്റെപ്സ് വല്ലതും ആലോചിക്കുമോ പാട്ടിൻ്റെ ഇടയ്ക്ക്? ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് പാടുക. എനിക്ക് കൂടുതൽ പറയാൻ പേടിയാണ്, കാര്യം നീ കരാട്ടെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you, Shabnam, and thank you all judges. അപ്പോൾ മാർക്ക് അങ്ങോട്ട് കൊടുത്തോളൂ കേട്ടോ, കുട്ടി അങ്ങോട്ട് പോയിക്കോളും. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40. അർഷിദിന് ഞാൻ ഈ പാട്ടൊന്ന് ഭംഗിയാവാൻ വേണ്ടി കൂടെയാണ് കേട്ടോ. ഒന്ന് അനുപല്ലവിയൊക്കെ ഒന്ന്, നമ്മൾ പാട്ടെപ്പോഴും പാട്ട് തന്നെയാണ്, പാട്ടിന് വിലയിരുത്തുന്നത്. നിങ്ങൾ തുടങ്ങിയാലും കുറച്ച് കടന്നു പോയാലൊക്കെ പാട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട തന്നെയാണ് അല്ലേ? അതാണല്ലോ നമ്മുടെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടന്റ് അല്ലേ? മറ്റ് നിങ്ങളുടെ കൗതുകങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആ കൗതുകങ്ങളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യും കേട്ടോ മോനെ. 37.5. താങ്ക് യു. 37.5 out of 40. Then Shabnam out of 30. 28. താങ്ക് യു. 28 out of 30. Then Sashla out of 30. അർഷിദിന് 28. താങ്ക് യു. Again 28 out of 30. അങ്ങനെ മോന്റെ ടോട്ടൽ സ്കോർ 93.5 out of 100. താങ്ക് യു. അപ്പോൾ മോനു വീണ്ടും കാണാം. താങ്ക് യു, കൺഗ്രാറ്റ്സ്, ബൈ. അങ്ങനെ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ടൊരു സ്വീറ്റ് പെർഫോമൻസ് കേൾക്കണം എന്നുണ്ടായിരിക്കും. നേരത്തെ ഒരു മണിമാരനായിരുന്നു, അപ്പോൾ ഇനി ഒരു മൊഞ്ചത്തെ നമുക്ക് വേദിയിലേക്ക് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം അഞ്ജലി. ഹായ്, എൻ്റെ പേര് അഞ്ജലി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാറപ്പള്ളി കുമ്പള എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് മാപ്പിളപ്പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ഇനി മുതൽ നിങ്ങളോടൊപ്പം കുട്ടിപ്പട്ടുമാലിൽ നല്ല നല്ല പാട്ടുകളുമായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അഞ്ജലിക്കുട്ടി ചേച്ചി, കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സ്വാഗതം. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഇനി 6ലേക്ക്. എല്ലാവരും ഇനി 6ലേക്ക്, ഇനി 7ലേക്കൊക്കെ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു പൊടികളാണല്ലേ. അപ്പോൾ മോള് എവിടെന്നാ വരണേ? കാസർഗോഡ് ജില്ലയിൽ നിന്ന്. നമ്മുടെ കുട്ടിപ്പട്ടുമാൽ സീസൺ 1 ഒക്കെ കാണാറുണ്ടോ? ഒത്തിരി ഇഷ്ടമായിരുന്നോ? ഇത് സീസൺ 2 പാടാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഏത് പാട്ടാ പാടണേ? നട്ടു നനയ്ക്കാതെ. നമ്മുടെ പ്രീവിയസ് സീസണിൽ നമ്മുടെ കണ്ടസ്റ്റന്റ് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. മോള് ഈ പാട്ട് ആരെ സെലക്ട് ചെയ്തന്നെ? കുട്ടമ്മാവൻ. ഈ കുട്ടമ്മാവൻ ഇതുവരെ ഒരു മോചനമില്ല. അപ്പൊ കുട്ടമ്മാവൻ എന്ന് പറയുമ്പോ നമുക്ക് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു കഥ. കുട്ടിപ്പട്ടുമാൽ എവിടെയുണ്ടോ അവിടെ കുട്ടമ്മാവൻ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇത്രയും കൂടെ ക്ലിയർ ആക്കി നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയുകയാണെങ്കിൽ, ഈ കുട്ടമ്മാവനും കാസർഗോഡ് നിന്നാ? അതെ, 2 കുട്ടമ്മാവൻ, 1 കുട്ടമ്മാവൻ. ജില്ലയിൽ നിന്നാണ്. നമ്മുടെ അക്ഷയ് കുമാറിന്റെ ആ കുട്ടമ്മാവനാണോ ഈ കുട്ടമ്മാവൻ? അപ്പൊ അക്ഷയ് കുമാറിന്റെ ആരാ? അനിയത്തി കുട്ടിയാണോ? കസിനാണ്. എന്തായാലും കുട്ടമ്മാവൻ 1 കുട്ടമ്മാവനാ. അതേ കുട്ടമ്മാവനാണോ? അതേ കുട്ടമ്മാവൻ തന്നെ. കുട്ടമ്മാവൻ തുടരുന്നു. അതന്നെ, കുത്തേ കുത്തേ കുത്തേ. ശരി, അപ്പൊ മോളു നല്ലപോലെ പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. തലോടാതെ നട്ടു നനയ്ക്കാതെ തൊട്ടു തലോടാതെ പൊട്ടി വിരിഞ്ഞല്ലോ പൂമുല്ല എൻ്റെ കൽവിലെ മോഹത്തിൽ കൈ
ചേച്ചി. അങ്ങനെ നട്ട് നനയ്ക്കാതെ എന്നുള്ള പാട്ട് നല്ല രീതിയിൽ പാടിയിട്ട് നല്ല ക്യൂട്ടായിരുന്നു കേൾക്കാൻ. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു. ശരിക്കും നമ്മുടെ റിഫ അറിയോ? റിഫ മോളെ അറിയോ? സീസൺ 1 ഈ പാട്ട് റിഫ പാടിയത് കേട്ടിട്ടുണ്ടോ? അതേപോലെ തോന്നി. ശരിക്കും ഒരു മാജിക്കൽ ഒരു വോയിസ് പോലെ നമ്മുടെ ഫിറോസ്ക്ക് എല്ലാവരും പറയാറുണ്ട് ഒരു കുട്ടി ജാനകിയമ്മാണ് അല്ലേ. അപ്പൊ ഏതായാലും ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട് മോൾ എങ്ങനെ പാടിയെന്നില്ല നമുക്ക് ചോദിക്കാം. മോൾക്ക് എന്ത് തോന്നി? കുട്ടമ്മാവൻ പറഞ്ഞ പോലെയൊക്കെ പാടാൻ പറ്റിയോ? കുട്ടമ്മാവൻ പറഞ്ഞ പോലെയൊക്കെ പാടാൻ പറ്റും. കുട്ടമ്മാവൻ പറഞ്ഞ പോലെ പാടാൻ പറ്റും. ഫിറോസിക്ക, അഞ്ജലിക്കുട്ടി, ഞാനൊരു പാട്ടിലൂടെ ഒന്ന് വിളിക്കട്ടെ മോളെ. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി. വിളിച്ചു, സന്തോഷം കൊണ്ട് വിളിച്ചതാ കേട്ടോ. നന്നായി പാടി മോളെ. വേറൊരു ജാനകി അമ്മ ഇതാ നമുക്കല്ലേ. ലക്ഷ്മി സീസൺ 2 വേറൊരു ജാനകി അമ്മയുടെ ശബ്ദമുള്ള ഒരു സുന്ദരിക്കുട്ടി. നന്നായി പാടി കേട്ടോ, മനോഹരമായിട്ട് പാടി. ഒറ്റ സ്ഥലം മതി മോളെ ഈ പാട്ടിൻ്റെ. ഇത് ഞങ്ങൾ മുമ്പ് ഇപ്പോൾ മോള് കേട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു താരമാണ് റിഫ മോള്. റിഫ കഴിഞ്ഞ സീസണിൽ ഇതേ കമൻറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ തോന്നുന്നു. ഈ കമൻറ്റ് ഇതിന് പറഞ്ഞു തുടങ്ങാൻ പറ്റും. അതായത് കൽബിലെ മോഹത്തിൻ എന്നൊരു പ്ലാനില്ലേ മോള് പാടിയ, ഭയങ്കര പ്രയാസമുള്ള പ്ലാനാണ് അത്. ഒറ്റ സ്ഥലം പാടാനുള്ളൂ, അത് വളരെ പ്രയാസമുള്ളൊരു പ്ലാനാണ്. പക്ഷേ അത് മോള് ഒരു സ്ഥലമോ മറ്റോ ലേശം ഒന്ന്, അത് ബുദ്ധിമുട്ടുള്ള പ്ലാൻ ആയതുകൊണ്ടാണ്. അത് മോൾ എന്ത് രസമായിട്ടാണ് പാടിയത്. ഞാൻ ആ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആക്കുന്നുണ്ട്, ഒന്നുകിൽ വലത്തേ കൈ അല്ലെങ്കിൽ ഇടത്തേ കൈ. അത് ഇവരൊക്കെ കണ്ടതാ, സാക്ഷികളുണ്ട്. അത് മോളത് നമുക്ക് മനസ്സിൽ തട്ടുകയാണ്. കൽബിലേന്ന് പാടി മോളാ പാടിയത് എൻ്റെ കൽബിലേക്ക് തട്ടിയത് കൊണ്ടോ കേട്ടോ. എല്ലാ ഭാഗവും നന്നായി പാടി. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടല്ലല്ലോ ഇപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ പാടുന്നത് അല്ലേ. ഈ പാട്ട് മോൾക്ക് ഒരുപാട് ട്രെയിനിങ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇത് എന്താ പറയുക, രാഘവ മാഷയുടെ ആ ഈണത്തോട് 1% പോലും അനീതി പുലർത്തിയെന്ന് ആരും പറയില്ല. അത്രയും ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ ഇപ്പോഴും മോള് മാന്യമായിട്ട് തന്നെ പാടിയത് കേട്ടോ. നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് പാടിയത്. എല്ലാ ഭാഗവും നന്നായി പാടി. പിന്നെ മോൾ എത്രയാണ് ക്ലാസ്? 6 അല്ലേ? 6 ആവുന്നു 5 നിന്ന്. ഏതാ സ്കൂള്? GVHS അമ്പലത്തറ. സ്കൂളിലൊക്കെ നല്ല പ്രോത്സാഹനമാണോ? മത്സരങ്ങൾക്കൊക്കെ പാടിയോ? വേറെന്തൊക്കെയാ അറിയാം പാട്ടല്ലാതെ? വേറെ ഒന്നും അറിയില്ല. ഞങ്ങളുടെ കുട്ടമ്മാമൻ്റെ വേറൊരു അവതാരം ഉണ്ടായിരുന്നു ഇവിടെ. ആദ്യം ഇതുപോലെ തന്നെയാണ് ആ അവതാരവും പറഞ്ഞത് ഞങ്ങളോട്. ഞങ്ങളുടെ അക്ഷയ് കുമാർ കേട്ടോ. അക്ഷയ് പറഞ്ഞു ആദ്യം എനിക്കൊന്നും അറിയില്ല എന്ന്, പിന്നെ അതാ വരുന്നു. ഇപ്പം അക്ഷയ് താരമാണ്. ഒരുപാട് എന്തെല്ലാം കാണിച്ചു, എന്തൊക്കെ കാണിച്ചു. സൗണ്ട് തോമയെ കാണിച്ചു, ഞങ്ങളെയൊക്കെ കാണിച്ചു. അതുപോലെ വരുമോ ഓരോന്നായിട്ട് പുറത്തേക്ക്? വരണം കേട്ടോ. നല്ല പാട്ടുകൾ പഠിക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക. ലതാജിയുടെ ജാനകിയമ്മയുടെ ഒക്കെ പാട്ടുകൾ തന്നെ പഠിച്ചാൽ മതി മോളെ. പിന്നെ മാപ്പിളപ്പാട്ടുകളിലെ നല്ല നല്ല ഭാവമുള്ള നല്ല ആഴമുള്ള പാട്ടുകളുണ്ട്, അതൊക്കെ എടുത്ത് പഠിച്ചാൽ മോള് ഞങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ശബ്നം? അഞ്ജലിക്കുട്ടി, നട്ടു നനയ്ക്കാതെ അല്ലേ. ശരിക്കും മോള് നല്ല വളമൊക്കെ ഇട്ട് നട്ട് വളർത്തുവാണെങ്കിൽ ജാനകിയമ്മയുടെ കൂട്ട് തന്നെ ആവും. താങ്ക് യു. അത്രയ്ക്ക് മോൾക്ക് ടാലൻ്റ് ഉണ്ട്. അത് പ്രത്യേകിച്ച് മോളുടെ വോയിസ്, എല്ലാവരും പറഞ്ഞു വോയിസ് അതിൻ്റെ ഒരു ശരിക്കും താലോലിക്കാൻ തോന്നുന്നത്. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു വോയിസാണ്. കുഞ്ഞ് വാവേന്നൊക്കെ വിളിക്കാൻ തോന്നില്ലേ, അങ്ങനത്തെ ഒരു വോയിസാണ്. എന്തായാലും മോൾക്ക് ഒരുപാട് ഫാൻസിനെ കിട്ടും കേട്ടോ ഈ വോയിസ് കൊണ്ട് മാത്രം, ഉറപ്പാണത്. അല്ല നോക്കിക്കോ, ക്യൂട്ട് വോയിസ് ആൻഡ് സിംഗിങ്. ഞാൻ അത് മാത്രമാണ് കാര്യം, പ്രത്യേകിച്ച് ന്യൂട്രൽ സിംഗിങ് ആണ് മോള്. അതിൻ്റെ പൂച്ച 4 കാലിൽ വീഴുന്ന പോലെയാണ്, എങ്ങനെയായാലും പാടിക്കോളൂ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ശബ്നം. ആൻഡ് സച്ല. അഞ്ജലി, ഈ പാട്ട് കുറേ പേര് പാടി കേട്ടിട്ടുണ്ട് മോളെ. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞത് നമ്മളുടെ കഴിഞ്ഞ സീസണിലെ റിഫ മോള് പാടിയതാണ്. അതെന്താണെന്ന് അറിയോ? റിഫ മോള് പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ആകർഷിച്ചത് എന്താണെന്നറിയോ? നമുക്കറിയോ? റിഫ മോളുടെ ആ ഒരു സ്പെഷ്യൽ വോയിസ് തന്നെയാണ്. പിന്നെ ആ ഒരു സിംഗിങ്ങും. ഞാനിവിടെ നിന്ന് ഇങ്ങനെ കണ്ണടിച്ച് കേൾക്കുമ്പോൾ ശരിക്കും റിഫ മോളാണോ അവിടെ നിന്ന് പാടുന്നതെന്ന് തോന്നിപ്പോയി. ഇങ്ങനെയും എനിക്ക് അതിശയം തോന്നുന്നു. അതുപോലെ ആവോ?
നമ്മൾ വലിയ വലിയ സിംഗേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്, വോയിസ് ചിലപ്പോൾ മാച്ച് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കുട്ടികളിൽ ഇതുപോലെ ഒരേ സെയിം വോയിസ് വരുമെന്നൊരു സംശയവും. ഞാനിങ്ങനെ ലക്ഷ്മിയോട് ഇങ്ങനെ നോക്കുകയായിരുന്നു മോള് പാടുമ്പോൾ. നന്നായി മോളെ, ശരിക്കും റീഫ മോളെ എല്ലാവരുടെയും ഒരു താരം തന്നെയായിരുന്നു. ഇവിടെ പറഞ്ഞല്ലേ, അതേപോലെ തന്നെ മോളും ആവും, അത് ഉറപ്പാണ്. കാരണം ആ ഒരു സിംഗിങ് അങ്ങനെയാണ് നമുക്ക് ഇവിടെ തെളിയിച്ച് തരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള ആ ഒരു പ്ലാൻസ് തന്നെയാണ് എൻ്റെ കൽബിലെ. അത് മോള് 1-2 സ്ഥലത്തേ ഒന്ന് മിസ്സായിട്ടുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും മോൾ അത് എത്തിച്ച് തന്നെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടമാമൻ എനിക്ക് തോന്നുന്നത് മോൾക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത് റീഫ മോളുടെ ആ ഒരു വോയിസ് ഉള്ളതോ. മോളങ്ങനെ ആക്കി പാടുകയാണോ? അല്ലല്ലോ, ആ ഒരു വോയിസ് തന്നെയല്ലേ മോളുടേത്? ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുട്ടമാമൻ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തത്. എന്തായാലും അടിപൊളി മോളെ. ഇനി നല്ല നല്ല പാട്ടുകളായിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സജില, താങ്ക് യു ഓൾ ജഡ്ജസ്. അപ്പോൾ മോളു, അഞ്ജലി കുട്ടി, ഇനി നമുക്ക് ചോദിക്കാം മാർക്സ് ഏകദേശം എത്ര കിട്ടും? 90 എത്ര കിട്ടും? ഗസ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സ് ഗസ് ചെയ്യുന്നുണ്ടോ? എത്രയാ? 95. 95 എന്നൊക്കെ പറയണ്ട, അറിയില്ല, നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ശബ്ദം ഔട്ട് ഓഫ് 30. I'm lessing 0.5 to 29.5. 29.5 out of 30. Sajla out of 30. 29 on 30. 29 on 30. And ഇനി ഔട്ട് ഓഫ് 40 എത്രയാന്നുള്ളത് ചോദിക്കാം. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. അഞ്ജലിക്കുട്ടിക്ക് 39. 39 out of 40. അപ്പോൾ ടോട്ടൽ സ്കോർ 97.5 out of 100. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി, ഞങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ മോളു അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഇതിലും കൂടുതൽ മാർക്സ് വാങ്ങണം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് കുട്ടമ്മാവൻ്റെ അടുത്ത് അടുത്ത റൗണ്ടിലേക്കുള്ള പാട്ട് വേഗം സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടർമാലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ്. സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ആരാണെന്നുള്ളത്. ശരിക്കും നമ്മുടെ 3 പെർഫോമൻസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ജോൾസിനെ സംബന്ധിച്ച് നല്ലൊരു പെർഫോമൻസ് തന്നു. ആൻഡ് നമ്മുടെ അഞ്ജലിക്കുട്ടി ഒരു കുട്ടി ജാനകിയമ്മയുടെ വോയിസിൽ നല്ലൊരു പെർഫോമൻസ് നമുക്കായിട്ട് സമ്മാനിച്ചു. ആൻഡ് ഇവിടെ അർഷത്ത് ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പോൾ ആർക്കായിരിക്കും? നിങ്ങൾ തന്നെ പറയും, ഒന്ന് ഗസ് ചെയ്തേ. അഞ്ജലി. അഞ്ജലി നോ ഡൗട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവർ രണ്ടുപേരും വലിയ കുട്ടികളല്ലേ, അപ്പോൾ അവർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അഞ്ജലി വാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ സമ്മാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗിഫ്റ്റിനെ പറ്റിയിട്ട്. ഇപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന ഒരു ഷെർവാണിയും, അതുപോലെ തന്നെ പെൺകുട്ടിയാണെങ്കിൽ പ്രിൻസ് ടെക്സ്റ്റൈൽസ് നൽകുന്ന ഒരു പട്ടുപാവാടയാണ്. അപ്പം അഞ്ജലി കുട്ടിക്ക് നല്ലൊരു പട്ടുപാവാടയാണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്. ഹലോ, ഇന്നത്തെ ബെസ്റ്റ് പെർഫോമൻസ്, നല്ല പാട്ട് പാടിയതിന് മോൾക്കൊരു സമ്മാനം തരാൻ പോവാ നമ്മുടെ ജഡ്ജസ് എല്ലാവരും. ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്, ഇത്ര നേരം ചിരിച്ചില്ല. മോളു കൺഗ്രാജുലേഷൻസ്. പട്ടുപാവാട വേണോ? അപ്പോൾ നട്ട് നനയ്ക്കാതെ തൊട്ടു തലോടാതെ പൊട്ടി വിരിഞ്ഞ പൂമുല്ല പോലെ ഇന്നത്തെ ഈ ഒരു പൂക്കളുമായിട്ടുള്ള എപ്പിസോഡ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു സുന്ദര പൂക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അവരുടെ പാട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സോ നൗ വി ആർ സൈനിങ് ഓഫ് ഫ്രം കുട്ടി കുട്ടി കുട്ടിപ്പട്ടർമാൽ. നട്ടു നനയ്ക്കാതെ തൊട്ടു തലോടാതെ പൊട്ടി വിരിഞ്ഞല്ലോ പൂമുല്ല, എൻ്റെ കൽബിലെ മോഹത്തിൻ കൈമുല്ല. നട്ടു നനയ്ക്കാതെ തൊട്ടു തലോ